എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ രാത്രി സമയത്ത് നിങ്ങൾ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു നക്ഷത്രത്തെ കാണാൻ കഴിയും. നീലയും വെള്ളയും കലർന്ന ഒരു കളറാണ് ശരിക്കും ഈ നക്ഷത്രത്തിനുള്ളത്. ഇത് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നൂല, പക്ഷേ ഈ ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റി ഒരു വലിയ രഹസ്യം ഒളിച്ചിരിപ്പുണ്ട്. എന്റെ ഗസ് കറക്റ്റ് ആണെങ്കിൽ ഇതുവരെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ആരും മലയാളത്തിൽ വീഡിയോ ചെയ്ത് കാണില്ല. നമ്മുടെ ലോകമെമ്പാടും കണ്ടുവരുന്ന ഒട്ടുമിക്ക പുരാതന സിവിലൈസേഷൻസ് എടുത്തു നോക്കുകയാണെങ്കിലും അവരുടെ മിത്തോളജിയിലും സ്റ്റോറീസിലും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നക്ഷത്രത്തിന്റെ കൂട്ടമാണ് ശരിക്കും ഇത്. ഇവിടെ ഗ്രീക്ക് മിത്തോളജി ഇതിനെ പറ്റി പറയുന്നുണ്ട്, വൈക്കിങ്സ് ഇവരെ പറ്റി പറയുന്നുണ്ട്, ആസ്ടെക് കമ്മ്യൂണിറ്റി ഇവരെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലോകമെമ്പാടും കിടക്കുന്ന ഒട്ടുമിക്ക സിവിലൈസേഷൻസും ഈ ഒരു സംഭവത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഈ നക്ഷത്രങ്ങളെ നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അതൊരൊറ്റ നക്ഷത്രമായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ ഇതിനെ നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 7 നക്ഷത്രങ്ങളുടെ കൂട്ടായ്മയാണ് ഇത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ ലോകത്ത് അവിടെ ഇവിടെ കിടക്കുന്ന എല്ലാ സിവിലൈസേഷനും ഈ നക്ഷത്രത്തെ പറ്റി ഇങ്ങനെ വളരെയധികം പ്രൈസ് ചെയ്ത് എഴുതിയിരിക്കുന്നത്? എനിക്കറിയാവുന്നതിൽ വെച്ച് സയൻസും മിസ്റ്ററിയും ആസ്ട്രോണമിയൊക്കെ കൂട്ടിക്കലർന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? അത് നമുക്ക് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ബേസിക്കലി നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്രങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ശാസ്ത്രീയമായിട്ട് ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. പ്ലയഡീസ് എന്നാണ് ഈ നക്ഷത്ര കൂട്ടായ്മയുടെ പേര്. അതല്ലെങ്കിൽ മെസിയർ 45 എന്നാണ് ആസ്ട്രോണോമേഴ്സ് ഈ ഒരു സംഭവത്തെ വിളിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏകദേശം 444 ലൈറ്റ് ഇയേഴ്സ് അപ്പുറം കിടക്കുന്ന ടോറസ് എന്ന് പറയുന്ന കോൺസ്റ്റലേഷനിലെ ഒരു ഭാഗമാണ് ശരിക്കും ഈ നക്ഷത്രങ്ങൾ. 444 ലൈറ്റ് ഇയർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ ഡിസ്റ്റൻസ് ആയിട്ട് തോന്നിക്കാം, പക്ഷേ കോസ്മിക് ടേംസിൽ ആലോചിക്കുകയാണെങ്കിൽ ശരിക്കും ഇവരൊക്കെ നമ്മുടെ അയൽവാസികൾ മാത്രമാണ്. ടോറസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസ്റ്റലേഷനിലായിക്കോട്ടെ നമ്മൾ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെ കൺഫേം ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു സ്റ്റാർ ക്ലസ്റ്ററിന്റെ ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ്. അപ്പോൾ നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് നക്ഷത്രങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് ഒരുമിച്ച് കൂട്ടായ്മയായിട്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്റ്റാർ ക്ലസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റാറുകളുടെ കൂട്ടായ്മ എന്നുള്ളതാണ്. ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്ന ഓരോരോ നക്ഷത്രങ്ങൾ തമ്മിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ലൈറ്റ് ഇയർ ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സംഭവത്തെ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ഇത്ര അധികം ദൂരമുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഭൂമിയിൽ നിന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. അങ്ങനെ ഈ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ഉള്ള നക്ഷത്രങ്ങളെ മാത്രമായിരിക്കും നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മുടെ നഗ്ന കണ്ണുകൾ ഉപയോഗിച്ച് കാണാൻ കഴിയുക. ഇത്തരം ബ്രൈറ്റ് ആയിട്ടുള്ള നക്ഷത്രങ്ങളെയാണ് നമ്മൾ ബി ടൈപ്പ് സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ഇത്തരം നക്ഷത്രങ്ങളുടെ ബ്രൈറ്റ്നെസ് എന്തോരോട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം സൂര്യനെ വെച്ച് കമ്പയർ ചെയ്താൽ മതി. നമ്മുടെ സൂര്യന്റെ ബ്രൈറ്റ്നെസ്സിനെക്കാളും 100 മടങ്ങ് ബ്രൈറ്റ്നെസ് ഉള്ള നക്ഷത്രങ്ങളാണ് ശരിക്കും ബി ടൈപ്പ് സ്റ്റാർസ് എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു തോന്നൽ വന്നേക്കാം, അതായത് ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം പ്രായം ചേർന്ന നക്ഷത്രങ്ങളായിരിക്കുന്നുള്ളത്. നമ്മുടെ സൂര്യനിലും ഒരുപാട് പ്രായമുള്ള നക്ഷത്രങ്ങളായിരിക്കുന്നുള്ളത്. പക്ഷേ ഇൻ റിയാലിറ്റി ഈ നക്ഷത്രങ്ങൾ വളരെയധികം ചെറുപ്പക്കാരായിട്ടുള്ള നക്ഷത്രങ്ങളാണ്. നമ്മൾക്ക് ഇപ്പോൾ അറിയാവുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇത്തരം നക്ഷത്രങ്ങൾക്ക് വെറും 100 മില്യൺ വർഷങ്ങൾ മാത്രമാണ് പഴക്കമുള്ളത്. ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൂര്യന് ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾ പഴക്കമുണ്ട്. നിങ്ങളിപ്പോ ഈ ചിത്രത്തിൽ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു നക്ഷത്രമാണ്. അപ്പോൾ ഈ ചിത്രം സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നീല കളർ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഇത് കാണുമ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കാം, ഇതൊരു ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവത്തെ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ടാണല്ലോ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലെൻസിന്റെ എന്തെങ്കിലും ക്രോമാറ്റിക് അബ്രേഷനോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഒപ്റ്റിക്കൽ ഫിനോമിനൻ കാരണമായിരിക്കും ഈ നീല നിറം കണ്ടുവരുന്നത് എന്നുള്ളൊരു സംശയം ചിലർക്കൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളിപ്പോ ഈ കാണുന്ന ആ ഒരു നീല നിറം എന്ന് പറയുന്നത് അത് ശരിക്കും ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ നീല നിറം കാണാൻ കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്കൊരു ഉത്തരവുണ്ട്. അതായത് ഈ നക്ഷത്രത്തിന്റെ മുന്നിലൂടെ ഇന്റർസ്റ്റെല്ലാർ ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കടന്നു പോകുന്നുണ്ട്. അപ്പോ ഈ നക്ഷത്രം ഉണ്ടാക്കുന്ന ആ ഒരു പ്രകാശം ഈ ഡസ്റ്റിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് നമ്മുടെ ഭൂമിയിലുള്ള ടെലിസ്കോപ്പിൽ വന്ന് പതിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇത്തരം നക്ഷത്രങ്ങൾക്ക് നമുക്കൊരു നീല നിറം കാണാൻ കഴിയുന്നത്. അപ്പോ ഇതാണ് ഈ നക്ഷത്ര കൂട്ടായ്മയുടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താ വെച്ചാൽ ഈ നക്ഷത്രങ്ങളെ നമുക്ക് നമ്മുടെ നഗ്ന കണ്ണുകൾ കൊണ്ട് കാണുകയാണെങ്കിൽ അത് ഒരു ഒറ്റ നക്ഷത്രമായിട്ടായിരിക്കും കാണാൻ കഴിയുക. ഇത്തരം നക്ഷത്രങ്ങളെ നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമാണ് ഇതൊരു ഒറ്റ നക്ഷത്രമല്ല, പകരം 7 പ്രോമിനന്റ് ആയിട്ടുള്ള ബ്രൈറ്റ് നക്ഷത്രങ്ങളെ കാണാൻ കഴിയുള്ളൂ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ ഭൂമിയിൽ അവിടെ കിടക്കുന്ന ഒരുപാട് സിവിലൈസേഷൻസ് ഇവിടെ 7 നക്ഷത്രങ്ങളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്.
ഗ്രീക്ക് മിത്തോളജിയിൽ അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അപ്പോ ഈ സങ്കല്പത്തിന്റെ 7 മക്കളെയാണ് ഈ 7 നക്ഷത്രങ്ങളായിട്ട് അവർ സങ്കല്പിക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നക്ഷത്രങ്ങളെ നമ്മൾ ഒരു ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ഒരു ബൈനോക്കുലർ ഒക്കെ വെച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 6 നക്ഷത്രങ്ങളെ കാണാൻ കഴിയുള്ളൂ. ഒരു ടെലിസ്കോപ്പിന്റെ സഹായം ഉണ്ടെങ്കിലും 7ാമത്തെ നക്ഷത്രത്തെ കാണാൻ പറ്റുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്. എന്നിട്ട് പോലും ഇത്ര അധികം പഴക്കം ചേർന്ന ഇത്തരം സിവിലൈസേഷൻസിന് എങ്ങനെയാണ് ഈ 7 നക്ഷത്രങ്ങളെ ക്ലിയർ ആയിട്ട് കാണാനും കഴിയുന്നത്? ഇനിയിപ്പോ ഇത് അവർ വെറുതെ ഗസ് ചെയ്തതായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ ഈ ലോകത്ത് അവിടെ ഇവിടെ കിടക്കുന്ന എല്ലാ സിവിലൈസേഷൻസും ഒരേ സമയത്ത് ഗസ് ചെയ്തിട്ടുണ്ടാവണം. ഇതേ സംഭവം തന്നെ ഈജിപ്ഷ്യൻ മിത്തോളജിയിലും പറയുന്നുണ്ട്, ആസ്ടെക് കമ്മ്യൂണിറ്റിയിലും പറയുന്നുണ്ട്, ഓസ്ട്രേലിയൻസിലും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഈ ഒരു വിഷയത്തെ നമുക്ക് ശാസ്ത്രീയമായിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. ഇത്തരം സിവിലൈസേഷൻസ് എല്ലാം ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇവർ ജീവിച്ചിരുന്ന കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഇപ്പോഴത്തെ മനുഷ്യരുടെ ഒരുപാട് കലാപരിപാടികൾ കാരണം നമ്മൾ ഒരുപാടധികം ഇമ്പാക്ട് എൻവയോൺമെന്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങളെ നമുക്ക് വളരെയധികം ക്ലിയർ ആയിട്ട് കാണാൻ കഴിയണമെന്നില്ല. പക്ഷെ പണ്ട് അവർക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. പിന്നെ വേറൊരു തിയറി എന്താ വെച്ചാൽ ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ആയുഷ്കാലം മുഴുവനും ഒരു കോൺസ്റ്റന്റ് ബ്രൈറ്റ്നെസ്സിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളാവണമെന്നില്ല. അത് ഒരുപാട് കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞു വരുന്ന ഒരു പ്രതിഭാസമാണ് ഒട്ടുമിക്ക നക്ഷത്രങ്ങൾക്കുള്ളത്. അതായത് ചില നക്ഷത്രങ്ങളുടെ ബ്രൈറ്റ്നെസ് ഇങ്ങനെ കൂടി വരും, പിന്നെ കുറഞ്ഞു വരും, പിന്നെയും കൂടി വരും, പിന്നെയും കുറഞ്ഞു വരും. അത് ഇങ്ങനെ പൾസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പൾസ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഭൂമിയിലത്തെ ഒരു 100-200 വർഷങ്ങളൊക്കെ കൂടുമ്പോഴായിരിക്കും ഇങ്ങനെ പൾസ് ഒക്കെ ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ഈ നക്ഷത്രം മങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ചിലപ്പോൾ അവർ ജീവിച്ചു വന്ന കാലഘട്ടത്ത് ഈ നക്ഷത്രം ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലും ആയിരിക്കാം. പിന്നെ വേറൊരു ഐഡിയ എന്താ വെച്ചാൽ പുരാതനമായിട്ടുള്ള സിവിലൈസേഷൻസ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരു കാര്യത്തിനോട് വളരെയധികം ഒബ്സസ്ഡ് ആയിരുന്നു. ആസ്ട്രോണമിയും ആകാശത്ത് നടക്കുന്ന പല പരിപാടികളൊക്കെ അവർ വളരെയധികം ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങളുടെ നീക്കങ്ങളും ഇങ്ങനെ സ്റ്റാറുകളൊക്കെ മാപ്പ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളോട് ഇവർക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സമയത്തും അവരുടെ കണ്ണുകൾ ആകാശത്തേക്കാണ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കണ്ണുകൾ വളരെയധികം ട്രെയിൻഡുമായിരിക്കാൻ വളരെയധികം ക്ലിയർ ആയിട്ട് ഇത്തരം നക്ഷത്രങ്ങളെ കാണാനും കഴിയുന്ന ഒരു അവസ്ഥയും അവർക്ക് ഉണ്ടായിരുന്നിരിക്കുക. ഇപ്പോൾ ജീവിച്ചു വരുന്ന ആൾക്കാരുടെ കണ്ണുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാരുടെ കണ്ണുകൾ ബ്രൈറ്റ്നെസ്സിനോട് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കാം. അങ്ങനെ പല കാരണങ്ങളും ശാസ്ത്രീയമായിട്ടും ലോജിക്കലിയും നമുക്ക് ഈ ഒരു മിസ്റ്ററിക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കാം. ഈ ഒരു വിഷയത്തിന് ശാസ്ത്രീയമായിട്ട് ഒരുപാട് എക്സ്പ്ലനേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മനസ്സിലായി. പക്ഷേ ആഫ്രിക്കയിൽ ഡുഗോൺ എന്ന് പറയുന്ന ഒരു ട്രൈബ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ 1-2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഒരുപാടധികം വർഷങ്ങളായിട്ട് അവർ ഒരു നക്ഷത്രത്തെ ആരാധിക്കുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ സിരിയസ് ബി എന്നാണ് ഈ നക്ഷത്രത്തിന്റെ പേര്. പക്ഷെ എടുത്തൊരു കുഴപ്പം എന്താ വെച്ചാൽ ഈ സ്റ്റാറിനെ നമുക്ക് ഒരിക്കലും കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. നല്ല പവർഫുൾ ആയിട്ടുള്ള അത്യാവശ്യം കേപ്പബിലിറ്റി ഉള്ള ഒരു ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു നക്ഷത്രത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷെ ഡുഗോൺ ട്രൈബിൽ ജീവിച്ചു വരുന്ന ആൾക്കാരുടെ വിശ്വാസം അനുസരിച്ച് ഇവർക്ക് ഈ നക്ഷത്രങ്ങളെ പറ്റിയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അറിയാം. ഈ നക്ഷത്രത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് റിച്വൽസും പ്രാക്ടീസസും ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ഈ ഒരു ഡേറ്റ് വരെ അവർ നടത്തി വരുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ നക്ഷത്രത്തെ അവർക്ക് കാണാൻ കഴിയുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നം പിടിച്ച ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ശാസ്ത്രത്തിന് പ്രത്യേകിച്ച് ഒരു മറുപടി കൊടുക്കാൻ കഴിയാത്തത്. ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പ്ലെയ്ഡീസ് എന്ന് പറയുന്ന ഈ സ്റ്റാർ ക്ലസ്റ്ററിന്റെ മിസ്റ്ററി ഇപ്പോഴും നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. ശാസ്ത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കഴിയും. ജാപ്പനീസ് കൾച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 7 നക്ഷത്രങ്ങളെയും സുബരു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ സുബരു കാറല്ല, സുബരു എന്നാണ് ശരിക്കും അവർ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു പേരിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് സുബാരു എന്ന് പറയുന്ന ആ ഒരു കാർ ബ്രാൻഡ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ബോക്സ്റ്റർ എഞ്ചിൻ വെച്ചിട്ടുള്ള ആ ഒരു കാർ ബ്രാൻഡ് ഇല്ലേ, വളരെയധികം ലെജൻഡറി ആയിട്ടുള്ള ഈ ജാപ്പനീസ് കാർ ബ്രാൻഡിന്റെ പേരിന്റെ ഇൻസ്പിറേഷൻ വരുന്നത് ഈ ഒരു കൾച്ചറിനെ ബേസ് ചെയ്തിട്ടും കൂടിയാണ്. പക്ഷേ ആസ്ടെക് സിവിലൈസേഷൻ ആണ് ഈ ഒരു സംഭവത്തെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വച്ചിരിക്കുന്നത്. അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ കലണ്ടർ എന്ന് പറയുന്നത് 52 വർഷങ്ങളാണ് നീണ്ടു നിൽക്കുന്നത്. ഇവരുടെ ഈ ഒരു കലണ്ടർ ഉണ്ടാക്കിയതാവട്ടെ ഈ പറയുന്ന 7 നക്ഷത്രങ്ങളെയും വച്ചുകൊണ്ടാണ്. ഓരോ 52 വർഷങ്ങൾ കഴിയുമ്പോഴും ഈ 7 നക്ഷത്രങ്ങളും അവരുടെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യും. അതുകൊണ്ടാണ് ഇവരുടെ കലണ്ടർ 52 വർഷങ്ങളായിട്ട് നീണ്ടുപോയത്.
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2020 ഒരു ടീം ഓഫ് റിസർച്ചേഴ്സ് ഒരു കേവ് ആർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്യുന്നു. ഇവിടെ ഐസ് ഏജ് കാലത്ത് ജീവിച്ചു വന്ന ആൾക്കാർ വരച്ചു തീർത്ത പെയിന്റിങ്സിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഇവർ പബ്ലിഷ് ചെയ്തത്. ഇവരുടെ സ്റ്റഡീസിൽ നിന്ന് ഇവർക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാവുന്നു. ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചു വന്ന ആൾക്കാർക്ക് ഈ 7 നക്ഷത്രങ്ങളെ വളരെയധികം ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇവർക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഈ ഐസ് ഏജിൽ ജീവിച്ചു വന്ന ആൾക്കാർ ഈ 7 നക്ഷത്രങ്ങളെ ദിവസങ്ങളായിട്ടാണ് സങ്കല്പിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിസർച്ചേഴ്സ് ആർഗ്യൂ ചെയ്യുന്നത് ഇത്ര അധികം വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാർ, അതായത് ഐസ് ഏജിൽ ജീവിച്ചു വന്ന ആൾക്കാരും ഇത്ര അധികം കോംപ്ലക്സ് ആയിട്ടുള്ള ആസ്ട്രോണോമിയൊക്കെ ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരായിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോ ഇന്നലെ സംഭവിച്ച കാര്യത്തെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. 40,000 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചു എന്ന ആൾക്കാർ വരച്ചു തീർത്ത പെയിന്റിങ്സ് അനലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റിപ്പോർട്ടാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യര് ആസ്ട്രോണോമി, അതായത് നക്ഷത്രങ്ങളുമായിട്ടുള്ള ആ ഒരു ഒബ്സഷൻ തുടങ്ങിയിട്ട് ഒരുപാട് 1000 വർഷങ്ങളായിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇപ്പോഴും ആ ഒരു ചോദ്യം നിലനിൽക്കുന്നു. എങ്ങനെയാണ് ഇത്തരം വർഷങ്ങൾക്ക് മുന്നേ അവർക്ക് ഈ 7 നക്ഷത്രങ്ങളെ ഒരു സംഭവത്തിന്റെ സഹായമില്ലാണ്ട് കാണാൻ കഴിയുന്നത്? എങ്ങനെയാണ് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത നക്ഷത്രങ്ങളെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ആൾക്കാർക്ക് കാണാൻ കഴിയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശാസ്ത്രത്തിന് ഒരുപാടധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കൂട്ടം ചോദ്യങ്ങൾ മാത്രമാണ്. ഈ ഒരു ടോപ്പിക്ക് ഞങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു പഠനം നടത്തി ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് മാത്രമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ എന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.